പൂട്ടിയ നിലയിൽ തുരുമ്പെടുത്തു തുടങ്ങിയ ഗേറ്റ്. മെയിൻ ഗേറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയാകെ ഒരാൾ പൊക്കത്തിൽ അധികം ഉയരത്തിൽ കാട് പിടിച്ചു കിടക്കുന്നു. റോഡിൽ നിന്ന് നോക്കിയാൽ അവിടെ ഒരു വീടുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കാട് വളർന്നിരിക്കുന്നു. സമീപത്തെ വീടുകളിൽ ആൾതാമസമുണ്ടെങ്കിലും ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ മുന്നിലെത്തിയാൽ ഇപ്പോഴും ഭയപ്പെടുത്തുന്ന ഏകാന്തതയാണ്. പറഞ്ഞുവരുന്നത് നന്ദൻകോട് കൂട്ടക്കൊലപാതകം നടന്ന വീടിന്റെ 7 വർഷങ്ങൾക്ക് ശേഷമുള്ള നേർചിത്രമാണ്. 2017 ഏപ്രിൽ 9 തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ആ കൂട്ടക്കൊലപാതകം കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചത്. ക്ലിഫ് ഹൌസിലെ വിളിപ്പാടകലെയുള്ള സ്വന്തം വീട്ടിൽ വെച്ച പ്രൊഫസർ രാജതങ്കം, ഭാര്യയും ജനറൽ ആശുപത്രി ഡോക്ടറായിരുന്ന ജീൻ പത്മ, മകൾ കരോലിൻ, ഇവരുടെ ഒരു ബന്ധുവായ ലളിത എന്നിങ്ങനെ 4 കുടുംബം അരുംകൊലയ്ക്ക് ഇരയായത്. മകൻ കേഡൽ ജിൻസൺ രാജയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ കൊലപാതകങ്ങൾക്ക് പിന്നിൽ. കേഡൽ കടുത്ത മാനസിക രോഗിയായിരുന്നുവെന്നും ആഭിചാരക്രിയയായ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ട് കൂട്ടക്കൊലപാതകം നടത്തിയെന്നും പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രതി കേഡൽ വിചാരണ നേരിടാൻ പ്രാപ്തനല്ലെന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. കൊലക്കുറ്റം, വീടിന് തീയിടൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ KE ബൈജു സമർപ്പിച്ച കുറ്റപത്രത്തിൽ 92 സാക്ഷികളുണ്ട്. കേസിന് അനുബന്ധമായി 151 രേഖകളും സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിലാണ് കേഡൽ ഇപ്പോൾ. കടുത്ത മാനസികാരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഇടയ്ക്ക് ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് മാറ്റാറുണ്ട്. മറ്റ് തടവുകാരെ ആക്രമിക്കാനുള്ള പ്രവണത ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് കേഡലിനെ മറ്റ് അന്തേവാസികൾക്കൊപ്പം പാർപ്പിക്കാത്തത്. പെരുമൺ ദുരന്തം നടന്ന് ദിവസം ജനിച്ച കേഡൽ ചെറുപ്പം മുതൽ തന്നെ പ്രത്യേക സ്വഭാവത്തിനുടമയായിരുന്നു. കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന ആഗ്രഹത്തോടെയാണ് രാജതങ്കം മകനെ MBBS പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. എന്നാൽ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ പഠനം ഉപേക്ഷിച്ച് കേഡൽ മടങ്ങി വന്നു. പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. അവിടെയും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരികെ എത്തി. പിന്നീട് വീട്ടിലെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ കമ്പ്യൂട്ടറുകളിൽ മുന്നിലായി കേഡലിന്റെ ജീവിതം. ആസ്ട്രൽ പ്രൊജക്ഷൻ, ചാത്തൻ സേവ തുടങ്ങിയവയിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കേഡൽ വീഡിയോ ഗെയിം നിർമ്മിക്കുകയായിരുന്നു. മുറികളിലെ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് എല്ലാ വീഡിയോ ഗെയിമുകളും യുദ്ധവും കൊലപാതകവും ചോരയും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. താൻ നിർമ്മിച്ച ഒരു വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞ് താഴത്തെ നിലയിൽ നിന്ന് അമ്മയെ മുകളിലത്തെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കമ്പ്യൂട്ടറിന് മുന്നിലിരുത്തിയ ശേഷം പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഇതിനുശേഷം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തു വരുത്തിയ മഴ ഉപയോഗിച്ച് വെട്ടിനുറുക്കി ശുചിമുറിയിലേക്ക് മാറ്റി. ഇതിന് പിന്നാലെ താഴേക്ക് വന്ന കേഡൽ അച്ഛനും സഹോദരിക്കുമൊപ്പം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മ എവിടെയെന്ന് തിരക്കിയപ്പോൾ താൻ നിർമ്മിച്ച ഗെയിം കാണുകയാണെന്ന് കേഡൽ പറഞ്ഞു. പിന്നീട് ഇതേ രീതിയിൽ അച്ഛനെയും സഹോദരിയെയും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. കൊലപാതക വിവരം ബന്ധുവായ ലളിത മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെയും കൊല ചെയ്തു. പിന്നീട് മുകളിലത്തെ നിലയിലെ ശൗചാലയത്തിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ കത്തിക്കുവാനുള്ള ശ്രമം നടത്തി. ഇതിനിടെ വീടിന് തീ പിടിച്ചു. പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. അപകടം മനസ്സിലാക്കിയ കേഡൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. അന്ന് വീടിന് പുക പിടിക്കുമ്പോൾ കേഡൽ സമീപത്തെ വീടിന് മുന്നിലൂടെ ഓടി മറയുന്നത് കണ്ടതിന് ദൃക്സാക്ഷികളുണ്ട്. കൊല നടത്തിയ ശേഷം ഇയാൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടിയിലായി. തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലുമായി കൊലയ്ക്ക് പിന്നിൽ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്ന് പോലീസ് കണ്ടെത്തി. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നത് കാണുന്ന ആസ്ട്രൽ പ്രൊജക്ഷനാണ് താൻ നടത്തിയതെന്ന് കേഡൽ സമ്മതിച്ചു. സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിന് കേഡൽ ജിൻസൺ രാജ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ KJ നെൽസൺ നേരത്തെ കോടതിയിൽ ഇത് പ്രകാരം മൊഴി നൽകി. പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് കൊലപാതകത്തിനു മുൻപ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് അനുബന്ധ റിപ്പോർട്ട് ഇക്കാര്യം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള കേഡലിനെ കാണാൻ ഒരേയൊരു സന്ദർശകൻ മാത്രമാണ് ആദ്യ 6 വർഷത്തിനുള്ളിൽ ജയിലിലെത്തിയത്. അമ്മ ജീൻ പത്മയുടെ സഹോദരൻ ജോസ് ആയിരുന്നു ആ സന്ദർശകൻ. എന്നാൽ പിന്നീട് കുറച്ചുകാലമായി ഇയാളും എത്താറില്ല. മാനസിക രോഗം കാരണമാണ് കൊലപാതകം ചെയ്തതെന്നും ചികിത്സയ്ക്ക് പോകുന്നതിനായി ജാമ്യം അനുവദിക്കണമെന്നും കേഡൽ ആവശ്യപ്പെട്ടെങ്കിലും ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. കേഡലിന് നിലവിൽ നൽകി വരുന്ന ചികിത്സ തുടർന്നും ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജാമ്യാപേക്ഷ നിഷേധിച്ച കോടതി നിർദ്ദേശിച്ചു. കടുത്ത മാനസിക രോഗമുള്ളതിനാലാണ് കൊലപാതകം നടത്തിയെന്നാണ് കേഡലിന്റെ അഭിഭാഷകൻ പറയുന്നത്. മാനസിക രോഗമുണ്ടായിരുന്നതിനാൽ കേസിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണമെന്ന് കേഡൽ ആവശ്യപ്പെടുന്നത്. തുടർന്ന് രോഗവിവരം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കടുത്ത മാനസിക രോഗത്തിന് അടിമയാണെന്ന് ഡോക്ടർമാരും മൊഴി നൽകിയതോടെ വിചാരണ നേരിടാൻ പ്രാപ്തനല്ലെന്ന് കോടതി കണ്ടെത്തി. വിചാരണ നേരിടാനായില്ലെങ്കിൽ കേഡലിനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് കോടതി അന്വേഷിച്ചു. പക്ഷെ അതിന് തയ്യാറായി ആരും മുന്നോട്ട് വന്നില്ല. നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കോടികൾ വിലയുള്ള വീടും ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമായി സ്ഥിതി ചെയ്യുന്ന കോടികളുടെ സ്വത്തുക്കളും ഇന്ന് നോക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. ഈ സ്വത്തിന്റെ എല്ലാം അവകാശിയായ കേഡലാകട്ടെ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.